അലി ലാരിജാനിയുടെയും മകന്റെയും വിലാപയാത്രയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ടെഹ്റാൻ. വിലാപയാത്രയിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. തിങ്കളാഴ്ച രാത്രി നഗരഭ്രാന്തത്തിലെ അതീവ രഹസ്യമായ ഒളിത്താവളത്തിൽ ഇസ്രായേൽ നടത്തിയ മിന്നലാക്രമണത്തിലാണ് ലാരിജാനി കൊല്ലപ്പെട്ടത്. വെറുമൊരു ഉദ്യോഗസ്ഥനായിരുന്നില്ല ഇയാൾ. അയത്തുള്ള അലി ഖമനേയുടെ മരണശേഷം ഇറാന്റെ ദിനചര്യകളും സൈനിക നീക്കങ്ങളും നിയന്ത്രിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹമായിരുന്നു. ലാരിജാനിയെ കുടുക്കാൻ ഇസ്രായേലിനെ സഹായിച്ചത് ടെഹ്റാനിലെ സാധാരണക്കാരായ ജനങ്ങൾ നൽകിയ കൃത്യമായ വിവരങ്ങളാണെന്നാണ് ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുഡ്സ് റാലികളിലും ചാനൽ ചർച്ചകളിലും പ്രത്യക്ഷപ്പെട്ട ഈ ട്രംപിനെ വധിക്കുമെന്ന് വെല്ലുവിളിച്ച ലാരിജാനിയുടെ അഹങ്കാരമാണ് ഒളിത്താവളം കണ്ടെത്താൻ മൊസാദിനെ സഹായിച്ചത്. ജനങ്ങൾക്കിടയിൽ ഹീറോയാകാൻ ശ്രമിച്ച ലാരിജാനി സ്വന്തം നീക്കങ്ങൾ പരസ്യമാക്കിയത് ഇസ്രായേൽ ചാരന്മാർക്ക് ലോട്ടറിയായി. ഈ വർഷം ആദ്യം ഇറാനിൽ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ ക്രൂരമായി അടിച്ചമർത്താൻ ഉത്തരവിട്ടത് ലാരിജാനിയാണ്. ഏതാണ്ട് 30,000 പ്രക്ഷോഭകരെ ആണ് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇറാൻ സൈന്യം കൊന്നൊടുക്കിയത്. ആ ചോരയ്ക്ക് ഇസ്രായേൽ മിസൈലുകളിലൂടെ കാലം കണക്ക് ചോദിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. അതുമാത്രമല്ല, സ്വന്തം ജനങ്ങൾ തന്നെയാണ് ലാരിജാനിയെ ഒറ്റിയത്. ഇതിന് പിന്നാലെ തന്നെ ഇറാൻ പൂർണ്ണമായും ഭ്രാന്ത് പിടിച്ച താളം തെറ്റിയ അവസ്ഥയിലാണ്. ഇറാന്റെ തിരിച്ചടി ശക്തമാവുകയാണ്. ഗൾഫിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാന്റെ വ്യോമാക്രമണം, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ എണ്ണ പ്രകൃതിവാതക പ്ലാന്റുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പ്ലാന്റായ ഖത്തറിലെ റാസ് ലഫാനിൽ വൻ സ്ഫോടനങ്ങൾ നടന്നതായും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. UAE മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തെങ്കിലും ഇതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് അബുദാബിയിലെ ഈ ഹബ്ഷാൻ ഗ്യാസ് ഫെസിലിറ്റി, ബാബ് എണ്ണപ്പാടം എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ലോക ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന സൂചനകളാണ് ഈ ആക്രമണങ്ങൾ നൽകുന്നത്. മേഖലയിൽ സമ്പൂർണ്ണ സാമ്പത്തിക യുദ്ധത്തിന് തയ്യാറാണെന്നും വരും മണിക്കൂറുകളിൽ കൂടുതൽ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് ലക്ഷ്യമിടുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ വില കുതിച്ചുയർന്നു. ബെന്റ് ക്രൂഡ് വില 5% വർദ്ധിച്ച് ബാരലിന് $109 മുകളിലെത്തി. ആക്രമണം നേരിട്ട ഊർജ്ജ കേന്ദ്രങ്ങളിൽ നിന്ന് ജീവനക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചു. ഖത്തറിലെ റാസ് ലഫാനിൽ ആളപായമില്ലെന്നും തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ഖത്തർ എനർജി വ്യക്തമാക്കി. നേരത്തെ ഇറാന്റെ ദക്ഷിണ പാഴ്സ് വാതക പാടത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ടത്. ഇസ്രായേലിന്റെ ഈ നടപടിയെ ഖത്തർ നിശിതമായി അപലപിച്ചിരുന്നു. ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖതീബിനെ ടെഹ്റാനിൽ വെച്ച് വധിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് ആണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഉന്നത സുരക്ഷാ മേധാവി അലി ലാരിജാനി, സൈനിക കമാൻഡർ ഗൊലാം റസ സുലൈമാനി എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ ടെഹ്റാനിൽ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. ലാരിജാനിയുടെ കൊലപാതകത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായി അപലപിച്ചു. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുമെന്നാണ് ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ്. സൗദിയിലെ റിയാദ് നഗരത്തിലെ ജനവാസ മേഖലയിൽ ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് 4 പ്രവാസികൾക്കാണ് പരിക്കേറ്റത്. പ്രതിരോധ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. റിയാദിൽ ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ അടിയന്തര യോഗം നടക്കവെയായിരുന്നു ഇറാന്റെ ആക്രമണം. ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനിയുടെ കൊലപാതകത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ തുള്ളി രക്തത്തിനും അമേരിക്കയും ഇസ്രായേലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ശത്രുക്കളുടെ ഭീകര പ്രവർത്തനങ്ങളാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ പുറത്തുവരുന്നതെന്നും ഇതിൽ തീർച്ചയായും നീതി നടപ്പാക്കുമെന്നും ഖമനേയി വ്യക്തമാക്കി. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അലി ലാരിജാനി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അവകാശപ്പെടുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഇറാൻ ദേശീയ കൗൺസിൽ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു. ലാരിജാനിയുടെ മരണത്തോടെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ പുതിയ മേധാവിയായി ആര് വരുമെന്ന ചർച്ചകളും ഇറാനിൽ സജീവമാണ്. ലാരിജാനിയുടെ പകരക്കാരനായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുൻ കമാൻഡർ മുഹ്സെൻ റസായിയെ നിയമിക്കാനാണ് സാധ്യത. മുജ്തബ ഖമനേയിയുടെ സീനിയർ സൈനിക ഉപദേശകനായ റസായിയെ തിങ്കളാഴ്ചയാണ് ഈ സ്ഥാനത്തേക്ക് നിയമിച്ചത്. 1981 മുതൽ 1907 വരെ
16 വർഷക്കാലം IRGC കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന റസായി ഒന്നിലധികം തവണ ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുണ്ട്. 27-ാം വയസ്സിലാണ് അദ്ദേഹം ഇറാൻ സൈന്യത്തിന്റെ ഭാഗമാകുന്നത്. ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മയിൽ ഖതീബ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിവരം പുറത്തുവന്നത്. ഈ വാർത്ത ഇറാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ആക്രമണത്തിലാണ് ഖതീബ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ അറിയിച്ചത്. ഇറാൻ ഭരണകൂടത്തിന് ഏറ്റവും ഒടുവിൽ ലഭിച്ച കനത്ത പ്രഹരമാണിത്. ഉന്നത ഉദ്യോഗസ്ഥരെ വേട്ടയാടുന്നത് തുടരുമെന്നും ഇന്ന് കൂടുതൽ അമ്പരപ്പിക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകുമെന്നും ഇസ്രായേൽ കാറ്റസ് മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിയൻ രഹസ്യാന്വേഷണ മന്ത്രി ഖതീബിനെയും രാത്രിയിൽ വധിച്ചു. ഇന്നും വിവിധ തലങ്ങളിൽ നിർണായകമായ പലതും പ്രതീക്ഷിക്കാം. ഇറാനും ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും എതിരെയുള്ള തങ്ങൾ നടത്തുന്ന യുദ്ധം ഇത് കൂടുതൽ ശക്തമാക്കും. സുരക്ഷാ അവലോകനത്തിന് ശേഷം മന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. ഇറാൻ സുരക്ഷാ തലവനായിരുന്ന അലി ലാരിജാനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ജനങ്ങൾ ഒത്തുകൂടുന്നതിനിടയിലാണ് പുതിയ കൊലപാതക വാർത്തകൾ പുറത്തുവരുന്നത്. ലാരിജാനിയെയും സൈനിക കമാൻഡർ ഗുലാം റൈസ സുലൈമാനിയെയും ഇന്നലെ വധിച്ചിരുന്നു. ഇതിന് മറുപടിയായി ഇസ്രയേലിനും ഗൾഫ് അയൽ രാജ്യങ്ങൾക്കും നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അതിനിടെ ബെയ്റൂട്ടിലെ ഒരു ബഹുനില കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തുകയും ഹിസ്ബുള്ളക്കെതിരെയുള്ള നീക്കം തുടരുകയും ചെയ്തു. ഇറാനിൽ ഇസ്രായേൽ US സൈന്യങ്ങൾ നടത്തിവരുന്ന ആക്രമണങ്ങളിൽ കാര്യമായ പുരോഗതി കൈവരിക്കാൻ ഈ ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചതായി കാറ്റസ് സൂചന നൽകി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇറാന്റെ ഉന്നത നേതാക്കളെ പ്രത്യേക അനുമതി കൂടാതെ തന്നെ വിധിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അനുമതി നൽകിയിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. ഇറാന്റെ പ്രമുഖ ഷിയ പണ്ഡിതനായ ഖതീബ ജുഡീഷ്യറി ഇന്റലിജൻസ് പ്രതിസ്ഥാനം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1980-ൽ ഇറാഖ് യുദ്ധത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഭാഗമായി പങ്കെടുത്ത ഇദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. 2 ദിവസത്തിനിടെ കൊല്ലപ്പെടുന്ന ഇറാന്റെ മൂന്നാമത്തെ പ്രമുഖ നേതാവാണ് ഇസ്മയിൽ ഖതീബ. കഴിഞ്ഞ ദിവസം ഇറാന്റെ സെക്യൂരിറ്റി ചീഫ് അലി ലാരിജാനി, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ ഓൾ വോളണ്ടിയർ ബാസിച്ച് ഫോഴ്സിന്റെ തലവനായ ഖോംലാം റസ സൊലൈമാനി എന്നിവരും സമാനമായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ അവകാശവാദം പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുമെന്ന നിരീക്ഷണമാണ് ഉയരുന്നത്. തുടർച്ചയായ പ്രഹരങ്ങൾ. ഇറാൻ സുരക്ഷാ ചീഫ് അലി ലാരിജാനി, കമാൻഡർ ഗുലാം റൈസ സുലൈമാനി എന്നിവരുടെ വധത്തിന് പിന്നാലെയാണ് ഖതീബും കൊല്ലപ്പെട്ടത്. ഇറാന്റെ സൈനിക രഹസ്യാന്വേഷണ ശ്രേണിയെ ഒന്നൊന്നായി വെട്ടിനിരത്തുകയാണ് ഇസ്രായേൽ. ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനുമായി നേരിട്ടുള്ള യുദ്ധം ആരംഭിച്ചത്. ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സൈനിക വിഭാഗം തലവൻ അക്രം അൽ അജൗറിയെ ഇറാനിൽ വെച്ച് ലക്ഷ്യം വെച്ചതായി ഇസ്രായേൽ ഈ ആഴ്ച അറിയിച്ചു. പിതാവിന്റെ പിൻഗാമിയായി അധികാരമേറ്റ ശേഷം ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്ത ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനയെയും വധിക്കുമെന്ന് ഇസ്രായേൽ ശപഥം ചെയ്തിട്ടുണ്ട്. അടുത്ത ലക്ഷ്യം മുജ്തബ ഖമനയി ആണ്. അലി ലാരിജാനിക്കും ഖതീബിനും പിന്നാലെ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനയാണ്. അധികാരമേറ്റ ശേഷം ഒളിവിൽ കഴിയുന്ന മുജ്തബയെ ഏതു നിമിഷവും വധിക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. വെറും ഒരു സൈനിക നീക്കമല്ല ഇപ്പോൾ നടക്കുന്നത്. ഇറാന്റെ രാഷ്ട്രീയ സുരക്ഷാ സംവിധാനങ്ങളെ അടിമുടി തകർക്കാനുള്ള ഭരണകൂട വിരുദ്ധ യുദ്ധതന്ത്രം ആണ് ഇസ്രായേൽ നടപ്പിലാക്കുന്നത്. പ്രതിഷേധക്കാരുടെ ചോര പുരണ്ട കൈകളാണ് ഈ ഖതീബിന്റേത്. ഇസ്മായിൽ ഖതീബിനെ വധിച്ചതിലൂടെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിന്റെ നട്ടെല്ലിനെയാണ്.